ഏക്കറാണ്, ഏക്കറല്ല ഹെക്ടർ ഭൂമിയാണ് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മിച്ചം ഇവർ സെർച്ച് ചെയ്ത് ഇപ്പൊ 4 ജില്ലയിൽ മാത്രം പിടിച്ചത്. ഈ ഭൂമിന്ന് സാറേ 50,000 ഏക്കർ ഭൂമി ഇരിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ പേരിലാണ്. അത് ആരുടെ പേര്? അത് നമ്മൾ ഫോറിൻ കമ്പനീസ് നിയമപ്രകാരം അവര് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുകയാണ് 50,000. കേരളത്തിലെ ഭൂമി ഫോറിൻ കമ്പനി നിയമപ്രകാരം ഈ കൊട്ടാരത്തിലെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറിയാവോ? നിങ്ങൾ ഈ ഭൂമി സമരം പറഞ്ഞ് നിങ്ങൾ പാലക്കാട് ഞാനൊരു മംഗലം ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോകണം. ആ മംഗലം ഡാമിന്റെ ഒരു വലിയ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പൊന്മുടി പോലെ വലിയൊരു ഹില്ല് കാണാം. അവിടെ മൊത്തം വെള്ളക്കുരിശ് അഴിച്ചിട്ടുണ്ട്, മുകളിൽ വരെ വെള്ളക്കുരിശ് ഇങ്ങനെ ജാഥ പോലെ വെച്ചിട്ടുണ്ടാവും. അത് കയ്യേറിയ ഭൂമിയാണ്. ഒരു കുട്ടിയെ റേപ്പ് ചെയ്തിട്ട് തോക്ക് കാണിച്ച് റേപ്പ് ചെയ്തിട്ട് അത് പേടിച്ചിട്ട് പരാതി കൊടുത്തില്ല. അങ്ങനെ ആ കുട്ടി ആക്കുളം പാലത്ത് വീണ്ടും ഈ കൊച്ചിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ കുട്ടി ആക്കുളം പാലത്ത് നിന്ന് താഴോട്ട് ചാടി. അങ്ങനെ സ്വിഗ്ഗിക്കാർ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഈ കുട്ടി എന്റെ അടുത്ത് എത്തുന്നത്. ആ കേസ് പോലും നെടുമങ്ങാട് SC കോടതി 70 വർഷം അയാളെ ശിക്ഷിക്കാനുള്ള സെക്ഷൻ ഇട്ട് ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നമുക്കത് ചെയ്തു തന്നു. FIR-ൽ 70 വർഷം അവന് ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ ഇട്ട് തന്നു. പക്ഷെ നെടുമങ്ങാട് കോടതിയിൽ അവന് ജാമ്യം കൊടുത്തു. നമ്മളുടെ ആൾക്കാർ അവിടെ പോയി നിൽക്കുമ്പോൾ ആ ജഡ്ജി ഉണ്ടല്ലോ ഷാജഹാൻ, അവന്റെ ഒരു ചിരിയുണ്ട്. നമ്മളെ നോക്കി പുച്ഛിച്ച് നമ്മുടെ ഇരകളോടും വാദികളായിട്ടുള്ള മനുഷ്യരെയും നോക്കി ആ പ്രതികൾ എപ്പോഴും അനന്തര കാസ്റ്റുകാരായിരിക്കും. അപ്പൊ നമ്മളെ നോക്കി ഒരു പുച്ഛമുണ്ട്. എന്നിട്ട് ഈ പ്രതികളെ ഉപദേശിക്കണം, നിനക്ക് കോടതിയിൽ വന്ന് കീഴടങ്ങിയാലേ ഞാൻ ജാമ്യം കൊടുക്കുമല്ലോ. നായർ എന്നുള്ള ആൾക്കാര് നായാടി എന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നായാടി ഈ റവന്യൂ ആണ് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ജാതി സർട്ടിഫിക്കറ്റ് പോയാൽ പോലും ഇപ്പൊ 1 വർഷം എടുക്കും നമുക്കൊരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. അപ്പൊ ഈ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് അവർ ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ഓർത്ത് നോക്കി, 3000 പേര് നമ്മുടെ ജോലിയും വെച്ച് ഇവിടെ ജീവിക്കുകയാണ് തലമുറയായിട്ട്. SBI-ലെ ബാങ്ക് മാനേജർ, പ്രൊബേഷണറി ഓഫീസർ, സെൻട്രൽ ഗവൺമെന്റിലെ സ്റ്റേറ്റ് ഗവൺമെന്റിലെ വലിയ വലിയ പൊസിഷനുകളാണ്, നല്ല പദവികളാണ്, നല്ല സാലറി ഉള്ള പദവികളാണ്. നമ്മളെയും തട്ടിയെടുത്ത് 3000 പേര് അവരെയൊക്കെ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളിത് 1000 തവണ പറഞ്ഞാലും പരാതി കൊടുത്താലും ഇവരൊക്കെ സംരക്ഷിത വിഭാഗത്തിലുള്ളവരാണ്. സാറ് ആരാണ് നേരത്തെ BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആരും പറഞ്ഞു? BJP-ക്ക് ഒരിക്കലും ഈ RSR ഈ വട്ടിയൂർക്കാവിലൊരു വീട്ടിൽ കണ്ടില്ലേ, നാവ് തുറന്നു. ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടെ ഒരു പ്രൊജക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷ്വൽസ് എല്ലാം എടുത്ത് കാണിക്കുമായിരുന്നു. എത്ര വിഷ്വൽസ് എന്റെ കയ്യിലുണ്ടെന്ന് അറിയാം, ഞാൻ ഫേസ്ബുക്കിൽ പോലും പോസ്റ്റ് ചെയ്യാത്ത. ഈ നാക്ക് തുറന്ന് ശൂലം വെച്ച് കുത്തിയതാണ് 21 RSS-കാര്. ആ കേസുമായിട്ട് നെടുമങ്ങാട് ജഡ്ജിയുടെ അടുത്ത് പോയപ്പം ആ ജഡ്ജി ആ പ്രതികൾക്ക് ജാമ്യം കൊടുത്തു. അത് ആ വീട്ടിലൊരു സ്ത്രീനെ ഒരു നായരെ എന്തോ ആക്ഷേപിച്ചു, സെക്ഷൽ ആക്ഷേപമായിരുന്നു. അപ്പൊ ഞങ്ങളെ ചോദിക്കാൻ പോയപ്പോ അവനൊന്നും മിണ്ടിയില്ല. പിന്നെ അവനൊരു 10-21 RSS-കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി നാക്കിൽ ശൂലം കുത്തി മുറിച്ച്. അതൊക്കെ ഭീകരമാണ്. അതൊക്കെ വീഡിയോ ഉണ്ടായിട്ട് പോലും ഈ ജഡ്ജി ആ RSS-കാരനെ സപ്പോർട്ട് ചെയ്ത് ജാമ്യം കൊടുത്തു. നമ്മളിവിടുന്ന് 30,000 രൂപ ഉണ്ടാക്കി ഹൈക്കോടതി പോയി. വയനാട്ടിൽ ഞാൻ 2015 പോയ ചീപ്രം കോളനി ഇന്നും ആ ഒരു ഡാമിന്റെ സൈഡിലാണ് ആ കോളനി. ഇന്നും ആ ടാർപോളിൻ ഷീറ്റ് കെട്ടിയ കുടിലുകൾ അവിടെ അങ്ങനെ തന്നെയുണ്ട്. അതിൽ കുറച്ചുപേരെ പുനരധിവസിപ്പിച്ചു. അതങ്ങ് കാട്ടിലാണ്. അത് 6 കടന്നു പോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തോണി കടന്നു പോകുന്നിടത്ത് ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നു. അവിടെ ആന കയറും. ഇവർക്ക് രാവിലെ എണീച്ചിട്ട് ഈ 6 കടന്ന് ഇപ്പുറം വന്നാലേ തൊഴിലുള്ളൂ. അപ്പൊ എത്ര ഭീകരമാണ് നമ്മളുടെ പുനരധിവാസം പോലെ, എത്ര ഭീകരമാണെന്ന് അറിയാമോ? നേരത്തെ ഭൂമിയുടെ കാര്യം പറഞ്ഞു. കവടിയാർ കൊട്ടാരത്തിന്റെ ഞാൻ ഈ ഭൂമിയുടെ മൊത്തം 5.5 ലക്ഷം ഹെക്ടർ ഭൂമി, ഹെക്ടറാണ് ഏക്കറല്ല ഹെക്ടർ ഭൂമിയാണ് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മിച്ചം ഇവർ സെർച്ച് ചെയ്ത് ഇപ്പൊ 4 ജില്ലയിൽ മാത്രം പിടിച്ചത്. ഈ ഭൂമിന്ന് സാറേ 50,000 ഏക്കർ ഭൂമി ഇരിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ പേരിലാണ്. അത് ആരുടെ പേര്? അത് നമ്മൾ ഫോറിൻ കമ്പനീസ് നിയമപ്രകാരം അവര് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുകയാണ് 50,000. കേരളത്തിലെ ഭൂമി ഫോറിൻ കമ്പനി നിയമപ്രകാരം ഈ കൊട്ടാരത്തിലെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറിയാവോ? നിങ്ങൾ ഈ ഭൂമി സമരം പറഞ്ഞ് നിങ്ങൾ പാലക്കാട് ഞാനൊരു മംഗലം ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോകണം. ആ മംഗലം ഡാമിന്റെ ഒരു വലിയ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പൊന്മുടി പോലെ വലിയൊരു ഹില്ല് കാണാം. അവിടെ മൊത്തം വെള്ളക്കുരിശ് അഴിച്ചിട്ടുണ്ട്, മുകളിൽ വരെ വെള്ളക്കുരിശ് ഇങ്ങനെ ജാഥ പോലെ വെച്ചിട്ടുണ്ടാവും. അത് കയ്യേറിയ ഭൂമിയാണ്. ആ മംഗലം ഡാമിന്റെ തൊട്ട് താഴെ 2 വീടിനിടയിൽ ഒരു വീടിന്റെ അടുക്കള, ഒരു വീടിന്റെ സ്റ്റെപ്പ്, അതിനിടയിലായിട്ട് ഒരു കുഴിക്കകത്ത് 4 ശവം അടക്കിയിട്ടുണ്ട്. ഒരു കുഴിക്കകത്ത് 4 ശവം. അതായത് ഈ 4ാമത്തെ ശവം അടക്കുന്നതിന് മുമ്പ് ഈ 3ാമത്തെ ശവം അടക്കിയത് ഒരു 4 വയസ്സുള്ള കുഞ്ഞിന്റെ ആയിരുന്നു. അപ്പൊ ഈ 4ാമത്തെ ബോഡി അടക്കാനായിട്ട് ഇവർ എടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരം അഴുകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് ദളിതന്റെ. നമ്മൾ കുറച്ചു പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആര്? 3 നേരം കഞ്ഞി കുടിക്കും, നമ്മുടെ എംപ്ലോയീസ് കഞ്ഞി കുടിക്കും. കുറച്ച് കൃത്യമായിട്ട് വരുമാനമുള്ള 10-15,000 രൂപ വാങ്ങുന്നവൻ പലചരക്കടകളുള്ളതുകൊണ്ട് നിലനിന്ന് പോകും. അതല്ലാത്ത ഒരു വിഭാഗം മനുഷ്യരിവിടെ ഉണ്ട്. അവർക്ക് സാമ്പത്തികമായിട്ട് കയറി വരാനുള്ള യാതൊരു സാധ്യതയില്ല. ഒരു ലൈഫ് പദ്ധതിയിൽ ഒരു 4 ലക്ഷം രൂപ വീട് കൊടുത്താൽ സാറേ റോഡില്ല.
ഈ മെറ്റീരിയൽസ് ചുമന്നുകൊണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് 4 ലക്ഷം രൂപയാവും. പിന്നെ എങ്ങനെയാണ് ഒരു വീട് പണി പൂർത്തിയാക്കുന്നത്? ആ, 1 രൂപ പോലും ലൈഫ് പദ്ധതിക്ക് കൂട്ടിയില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യാൻ പാകത്തിന് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി കോടതി വഴി ഇത് നടപ്പിലാക്കണം. അത് മാത്രമേ ഇത് നടക്കുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞു ഇതുപോലെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്തിട്ട് തോക്ക് കാണിച്ച് റേപ്പ് ചെയ്തിട്ട് അത് പേടിച്ചിട്ട് പരാതി കൊടുത്തില്ല. അങ്ങനെ ആ കുട്ടി ആക്കുളം പാലത്ത് വീണ്ടും ഇവൻ ഈ കൊച്ചിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ കുട്ടി ആക്കുളം പാലത്ത് നിന്ന് താഴോട്ട് ചാടി. അങ്ങനെ സ്വിഗ്ഗിക്കാർ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് എത്തുന്നത്. ആ കേസ് പോലും നെടുമങ്ങാട് SC കോടതി 70 വർഷം അയാളെ ശിക്ഷിക്കാനുള്ള സെക്ഷൻ ഇട്ട് ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നമുക്കത് ചെയ്തു തന്നു. FIR 70 വർഷം അവന് ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ ഇട്ട് തന്നു. പക്ഷെ നെടുമങ്ങാട് കോടതിയിൽ അവന് ജാമ്യം കൊടുത്തു. ആ നമ്മളുടെ ആൾക്കാർ അവിടെ പോയി നിൽക്കുമ്പോൾ ആ ജഡ്ജി ഉണ്ടല്ലോ ഷാജഹാൻ, അവന്റെ ഒരു ചിരിയുണ്ട്. നമ്മളെ നോക്കി പുച്ഛിച്ച് നമ്മുടെ ഇരകളോടും വാദികളായിട്ടുള്ള മനുഷ്യരെയും നോക്കി ആ പ്രതികൾ എപ്പോഴും അനന്തര കാസ്റ്റുകാരായിരിക്കും. അപ്പൊ നമ്മളെ നോക്കി ഒരു പുച്ഛമുണ്ട്. എന്നിട്ട് ഈ പ്രതികളെ ഉപദേശിക്കണം, നിനക്ക് കോടതിയിൽ വന്ന് കീഴടങ്ങിയാലേ ഞാൻ ജാമ്യം കൊടുക്കുമല്ലോ. എന്നിട്ട് നമ്മുടെ പിള്ളേരെയൊക്കെ നോക്കി പുച്ഛിക്കുവാണ് അവൻ. ഇവനൊക്കെ ആര് നമ്മുടെ കഴിവുകൾ കൊണ്ടാണ് ഇങ്ങനത്തെ ജഡ്ജിമാരിക്കുന്നത്. 600 നിങ്ങൾ ഇവിടെ ഈ 10 വർഷം കൊണ്ട് ഏത് കേസാണ് SC ശിക്ഷിച്ചിട്ടുള്ളത്? മധുവിന്റെ കേസ് ശിക്ഷിച്ചു. അതിൽ നമ്മൾ ഒന്നാന്തരമായിട്ട് തെച്ചു. അട്രോസിറ്റി പോലും നിലനിന്നില്ല. ഒരാളെ വനത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കൈ പുറകിൽ കെട്ടിവെച്ച് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 4 മണിക്കൂറാണ് അവനെ കെട്ടിയിട്ടത്. അവസാനം കൊന്നു കഴിഞ്ഞിട്ട് പോലും ആ അട്രോസിറ്റി പോലും അതിനകത്ത് നിലനിർത്താൻ പറ്റിയില്ല. നമ്മൾ എന്തൊരു മനുഷ്യരാണ്. ഞങ്ങൾ വെറും കാഴ്ചക്കാരാണ്. ഇങ്ങനെയും ഈ ലോകത്ത് ഈ 2026 ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എന്തിനാണ് ഈ കോടതികൾ? ഒന്ന് മധുവിന്റെ കേസ് ശിക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നെടുമങ്ങാട് കോടതിയിൽ ഒരു കേസ് എടുത്തത് ഈ പോത്തങ്കോട് ഒരു ഗുണ്ടയുടെ കാല് വെട്ടി. ആ കാല് വെട്ടി CCTV കൂടെ ഇങ്ങനെ എറിയുന്ന ഒരു വിഷ്വൽസ് ഉണ്ട്. ആ ഒരു കേസും അല്ലാതെ ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ നോക്കണം. കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തവർക്ക് പോലും ജാമ്യമാണ്. അവരെ ജഡ്ജി ഉപദേശിക്കുവാണ്. അതെ, വെട്ടിയത് SC, അതുകൊണ്ട് മാത്രമാണ് അവര് ശിക്ഷിച്ചത്. പിന്നെ 3000 വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഉള്ളവര് SC STന്റെ ജോലി തട്ടിയെടുത്തിട്ടുണ്ട്. 2012 കിർത്താഡ്സിലെ വിജിലൻസ് ഇത് കണ്ടെത്തിയത്. ആ ഡോക്യുമെന്റ് 400 പേജിലുള്ള ഡോക്യുമെന്റ് കണ്ട ഒരാളാണ് ഞാൻ. അത് അടിമാലിയിലുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഉണ്ടായിരുന്നു, എൻസൺ അടിമാലിയും അദ്ദേഹത്തിന്റെ അച്ഛനും കൂടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ 2012 ഞാൻ ആ ഡോക്യുമെന്റ് ഉണ്ട്. ഞാനതിന് കോപ്പി എടുക്കാൻ നേരത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ എടുത്ത് തരാമെന്ന് പറഞ്ഞ് പിന്നീട് എനിക്കത് തന്നില്ല. കിർത്താഡ്സിൽ പോയിട്ടാകുമ്പോൾ അവരിപ്പോൾ ആ ഡോക്യുമെന്റ് ആർക്കും കൊടുക്കുന്നില്ല. കാരണം ഇവരെ പോലും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. നായർ എന്നുള്ള ആൾക്കാര് നായാടി എന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നായാടി ഈ റവന്യൂ ആണ് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ജാതി സർട്ടിഫിക്കറ്റ് പോയാൽ പോലും ഇപ്പോൾ 1 വർഷം എടുക്കും നമുക്കൊരു ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. അപ്പൊ ഈ വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് അവർ ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ഓർത്ത് നോക്കി, 3000 പേര് നമ്മുടെ ജോലിയും വെച്ച് ഇവിടെ ജീവിക്കുകയാണ് തലമുറയായിട്ട്. SBIയിലെ ബാങ്ക് മാനേജർ, പ്രൊബേഷണറി ഓഫീസർ, സെൻട്രൽ ഗവൺമെന്റിലെ സ്റ്റേറ്റ് ഗവൺമെന്റിലെ വലിയ വലിയ പൊസിഷനുകളാണ്, നല്ല പദവികളാണ്, നല്ല സാലറിയുള്ള പദവികളാണ്. നമ്മളെയും തട്ടിയെടുത്ത് 3000 പേര് അവരെയൊക്കെ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളിത് 1000 തവണ പറഞ്ഞാലും പരാതി കൊടുത്താലും ഇവരൊക്കെ സംരക്ഷിത വിഭാഗത്തിലുള്ളവരാണ്. ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരും മതി. ഇപ്പൊ എംപ്ലോയീസ് അസോസിയേഷനും നമ്മളും എല്ലാം കൂടെ മാസം ഒരു 100 രൂപ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മാറ്റിയാൽ നമുക്കായിട്ട് ഒരു ലീഗൽ സെൽ ഉണ്ടാക്കാൻ പറ്റും. കൃത്യമായിട്ട് 3000 പേരുടെ ഡാറ്റ ഇങ്ങോട്ട് എടുക്കുക, അത് ഹൈക്കോടതിയിൽ പോവാ, ആൾക്കാരെ പുറത്ത് വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വിടാനുള്ള പവർ നമുക്ക് ബാബാ സാഹിബ് അംബേദ്കർ തന്നിട്ടുണ്ട്. അത് നടപ്പിലാക്കാനായിട്ടുള്ള ലീഗൽ സെല്ലാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ഓരോ കാര്യത്തിനും ആ ലീഗൽ സെല്ല് വഴി തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കണം. ഇനി ഒരു 100 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എന്താണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓരോ മുക്കും മൂലയും എനിക്ക് മനുഷ്യരെ അറിയാവുന്നതുകൊണ്ട് എന്താണ് പറയേണ്ടത്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും ഈ കഴിഞ്ഞ ദിവസം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു സ്ത്രീ ഇങ്ങനെ 48 വയസ്സുണ്ട്. പക്ഷെ അവർ ആരോഗ്യമൊക്കെ ചുരുങ്ങിയ ഒരു സ്ത്രീയാണ്. അവർ ക്ലീനിങ് സ്റ്റാഫാണ്, ചവറ് വാരി ജീവിക്കുന്നതാണ്. ഒരു ചാക്ക് എടുത്തതിന് അവരുടെ മൂക്കിന്റെ പാൽ ഒറ്റയടിക്ക് പൊട്ടിച്ചു കളഞ്ഞു. അവര് ഭർത്താവ് സ്ട്രോക്ക് വന്ന് കിടക്കുന്നതാണ്, കയറി കിടക്കാൻ ഒരു ഇടവില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ ദീർഘകാലം ജോലിക്ക് പോകാതാകുമ്പോൾ അവരുടെ ജീവിതം അങ്ങ് തകർന്ന് തരിപ്പണമാവാണ്. അപ്പൊ അട്രോസിറ്റി വരുമ്പോൾ ഒരു 10,000 രൂപ കിട്ടുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നു. ഈ FIRs അത് 6 കോടി ഇപ്പൊ പെൻഡിങ്. അത് സാറേ ആ 10,000 രൂപ പോലെ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പോലും പൈസ ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ഈ 10,000 രൂപ വലിയൊരു കാര്യമാണ്. അവർക്ക് ദീർഘകാലം പണിക്ക് പോകാൻ പറ്റുമല്ലോ, ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടോ അല്ലെങ്കിൽ അസുഖം വന്നാലും. അന്നേരം ആ 10,000 രൂപ വർഷങ്ങളായിട്ട് കൊടുക്കുന്നില്ല. 6 കോടി രൂപയാണ് അത് പെൻഡിങ്. ഈ 6 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി എത്ര അട്രോസിറ്റി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നുള്ളത്. എൻ്റെ കൃത്യമായിട്ട് കണക്കുണ്ട്. ഞാൻ ലേറ്റസ്റ്റ് കണക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, കോടതികൾ കേസ് പെൻഡിങ് ആയിട്ടുള്ളത്. കാരണം ഞങ്ങൾ സ്പെഷ്യൽ SMS കോടതിയില്ലേ, DYSP ഇല്ലേ, അത് നമുക്ക് കാസർഗോഡും വയനാടും മണ്ണാർക്കാടും പാലക്കാട് മാത്രമേ ഉള്ളൂ, 3 അപ്പൊ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ചോദിച്ചു, അത് പേപ്പർ വർക്കാക്കി. അതിൽ നമ്മളെ പോലീസ് അസോസിയേഷനും സ്റ്റേറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തു. ആ ഫയൽ ഇപ്പം CMന്റെ അടുത്താണ്. അത് നമുക്കൊരു 6 SMS
യൂണിറ്റുകൾ കൂടി അനുവദിക്കപ്പെടും. ഞങ്ങൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ചേച്ചി മൂക്കിന്റെ പാലം പൊട്ടിയിട്ട് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് SMS ഡിവൈസ് നമ്മുടെ കേസുകളിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ചേച്ചിനെ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ ഈ പൊട്ടിയ മൂക്കിന്റെ പാലുമായിട്ട് ഇവിടെ ഫോർട്ട് സ്റ്റേഷനിൽ ഇരുത്തിട്ട് കേസ് എടുത്തില്ല, റെസിപ്റ്റ് പോലും കൊടുത്തില്ല. പിറ്റേന്ന് ഞാൻ അവിടെ പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു എന്നെ കൂടെ എടുത്ത് അവർ ജയിലാക്കി കളയുന്നതാണ് വിചാരിച്ചു. അവരുടെ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ എന്നെ പിടിച്ച് അകത്തുന്നതാണ്. എന്തായാലും കേസ് എടുപ്പിച്ച് പിന്നെ മഹസർ എടുത്തു, അങ്ങനെ അങ്ങ് പോയി. അതായത് ദൈനംദിനം ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങൾ, അട്രോസിറ്റികൾ ഇവിടെ നടക്കുന്നുണ്ട്. സാറിന് ആരാണ് നേരത്തെ BJPക്ക് വോട്ട് ചെയ്യുന്ന ആരും പറഞ്ഞു? BJPക്ക് ഒരിക്കലും ഈ RSS ഈ വട്ടിയൂർക്കാവിലൊരു വീട്ടിൽ കണ്ടില്ലേ, നാവ് തുറന്നു. ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടെ ഒരു പ്രൊജക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷ്വൽസ് എല്ലാം എടുത്ത് കാണിക്കുമായിരുന്നു. എത്ര വിഷ്വൽസ് എന്റെ കയ്യിലുണ്ടെന്ന് അറിയാം. ഞാൻ ഫേസ്ബുക്കിൽ പോലും പോസ്റ്റ് ചെയ്യാത്ത. ഈ നാക്ക് തുറന്ന് ശൂലം വെച്ച് കുത്തിയതാണ് 21 RSSകാര്. ആ കേസുമായിട്ട് നെടുമങ്ങാട് ജഡ്ജിയുടെ അടുത്ത് പോയപ്പം ആ ജഡ്ജി ആ പ്രതികൾക്ക് ജാമ്യം കൊടുത്തു. അത് ആ വീട്ടിലൊരു സ്ത്രീനെ ഒരു നായര് എന്തോ ആക്ഷേപിച്ചു, സെക്ഷൽ ആക്ഷേപമായിരുന്നു. അപ്പൊ ഞങ്ങളെ ചോദിക്കാൻ പോയപ്പോ അവനൊന്നും മിണ്ടിയില്ല. പിന്നെ അവനൊരു 10-21 RSSകാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി നാക്കിൽ ശൂലം കുത്തി മുറിച്ച്. അതൊക്കെ ഭീകരമാണ്. അതൊക്കെ വീഡിയോ ഉണ്ടായിട്ട് പോലും ഈ ജഡ്ജി ആ RSSകാരനെ സപ്പോർട്ട് ചെയ്ത് ജാമ്യം കൊടുത്തു. നമ്മളിവിടുന്ന് 30,000 രൂപ ഉണ്ടാക്കി ഹൈക്കോടതി പോയി. ഈ അവർക്കൊക്കെ എവിടുന്ന് ഒരു സെന്റിൽ താമസിക്കുന്ന ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു വീടാണ്. അവിടുന്ന് അവരെങ്ങനെയാണ് ഒരു 30,000 രൂപ? ഇങ്ങനെ ഹൈക്കോടതി പോകാൻ പോലും പറ്റാത്തതുകൊണ്ട് പകുതി കേസുകളും ഇവരെല്ലാം രക്ഷപ്പെട്ടു പോവാണ്. ശരിക്കും നമ്മളൊരു വലിയ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന മനുഷ്യരാണ്. ഇതിന് കൃത്യമായിട്ട് നമുക്ക് പറ്റും. നിങ്ങളെ പോലെയുള്ള മനുഷ്യരെല്ലാവരും ഒരുമിച്ച് പോയി. നിങ്ങൾ സമുദായ സംഘടനകളെ നോക്കണ്ട, അവരെല്ലാം പ്രത്യേക ലക്ഷ്യം വെച്ച് പോകുന്നവരാണ്. ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ചുപേര് കൂടി മാസം ഒരു 100 രൂപ ഒരു കുപ്പിയിൽ ഇട്ടാൽ പോലും നമുക്കൊരു ലീഗൽ സർവീസ്. പിന്നെ ഇപ്പൊ ഒരു ഡിസിഷൻ എടുത്ത് ഈ നിങ്ങളുടെ ഈ കെയർ ഓഫിൽ തന്നെ ഈ ഒരു ഫോറത്തിന് മുമ്പ് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ലീഗൽ സെൽ ആവശ്യമാണ് നമ്മുടെ ആൾക്കാർക്ക് നീതി കൊടുക്കാനായിട്ട്. അതും ഒരു ഗതിയും പരഗതിയില്ലാത്ത മനുഷ്യരാണ്. അപ്പൊ ഉറപ്പായിട്ട് നമ്മളത് ചെയ്യണം. ഇതിന്റെ ഫൈനലായിട്ട് ഇതിൽ വെച്ചിട്ടുള്ള ഓരോ പോയിന്റും ഇവരെ സർക്കാർ ഇത് കേട്ടില്ലെങ്കിൽ നമുക്ക് കോടതി വഴി മുഖാന്തരം നടപ്പിലാക്കാൻ സാധിക്കണം. അത് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭീം, ജയ് ഭീം.